വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ കാലഘട്ടത്ത് ഏറെ ദൈവജനം നിരാശയിലേക്കോ ദുഃഖത്തിലേക്കോ ഒക്കെ പുറകോട്ട് പോകാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. പ്രധാനമായും കൂട്ടായ്മയുടേതായ ശുശ്രൂഷകളൊക്കെ നിന്നിരിക്കുന്ന ഈ കാലഘട്ടത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഈ സാഹചര്യങ്ങളിൽ ഏറെ പ്രലോഭനങ്ങളിൽ സാത്താൻ്റെ ചിന്തകളിൽ വശങ്ങളിലൊക്കെ വീണു പോകാൻ ഇന്ന് സാധ്യത ഏറെയുള്ള സമയമാണ്. ഇവിടെ എങ്ങനെയാണ് നമുക്ക് തിന്മയ്ക്കെതിരെ നിന്ന് ഒരു ജയജീവിതം നയിക്കുവാൻ, പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ അതിനെതിരെ ചെറുത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കുക എന്ന് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ദിവസമാണ്. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം സാത്താനെ ചെറുത്ത് നിൽക്കുക എന്നുള്ളതാണ്. സാത്താനെ ചെറുത്ത് നിൽക്കുക. ചെറുത്ത് നിൽപ്പില്ലാതെ, ഡിഫൻഡിങ് ഇല്ലാതെ ഒരു ക്രിസ്തീയ സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന് മുന്നോട്ട് പോകുക സാധ്യമല്ല. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനം. ശ്ലീഹ ഇങ്ങനെയാണ് പറയുന്നത്: തിന്മയെ സാത്താനെ ചെറുത്ത് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എപ്പോൾ? ചെറുത്ത് നിൽക്കുമ്പോൾ. ചെറുത്ത് നിൽക്കാതെ സാത്താൻ നമ്മളെ വിട്ടു പോകുകയില്ല. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ അച്ചായന്മാർ ആരെങ്കിലും നമ്മളെ നോക്കി എടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താടാ എന്ന് പറയാറില്ലേ? എന്താടാ എന്ന് പറയുമ്പോൾ ഉട്ടൻ അവൻ പത്തി മടക്കി പോവുകയാണ് ചെയ്യുന്നത്. ചിലർ അങ്ങനെ പറയുകയും ചെയ്യാം, അങ്ങനെ അച്ചായ അങ്ങനെ എന്താടാന്നൊക്കെ പറഞ്ഞത് നമ്മൾ സൗമ്യമായിട്ട് വേണ്ടേ സംസാരിക്കാൻ മറ്റുള്ളവരോട് എന്നൊക്കെ ചോദിച്ചാൽ പറയും, എടാന്ന് പറയുന്നവരോട് എന്താടാന്ന് പറഞ്ഞാലേ അവൻ പേടിച്ച് പോവുകയുള്ളൂ. നമ്മളത് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ കീറും. എന്ന നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു ഭാഷാ ശൈലിയും സംസാര രീതികളൊക്കെ ഉള്ളതാണ്. അത് നാട്ടിൽ സാധാരണക്കാരുടെ ഇടയിൽ ജയിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നാൽ അതേപോലെ തന്നെ അതേ അനുഭവം, അതേ രീതി തന്നെ ആണ് തിന്മയ്ക്കെതിരെ, സാത്താനെതിരെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. സാത്താൻ ഏതെങ്കിലും തിന്മ, ഏതെങ്കിലും ആശയങ്ങളുമായി വരുമ്പോൾ, ഏതെങ്കിലും ആശയങ്ങൾ, ചിന്തകൾ, പദ്ധതികൾ, ആലോചനകൾ ഇങ്ങനെ ഇതുമായിട്ട് നമ്മിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ചെറുത്ത് നിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ വീണു പോകും. ഹല്ലേലൂയ. പ്രലോഭനങ്ങളിൽ നമ്മൾ വീണു പോകും. ഇപ്പോൾ വീടുകൾ കയറി ഇറങ്ങി ഈ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നവരുണ്ട്. ഡോർ ടു ഡോർ. അവർ ബാഗ് നിറച്ചു സാധനങ്ങളും വീട്ടു സാധനങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ എന്നെ അതിനകത്ത് വീഴ്ത്താൻ വളരെ എളുപ്പമാണ്. കാരണം അവർ വന്ന് അത് കണ്ടോ, ഇത് കണ്ടോ, ഇത് നല്ലതാ, ഗുണമാണ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ എൻ്റെ രീതിയിൽ മറുത്ത് പറയുകയില്ല. അവർ രണ്ട് വാചകം അടിച്ചു കഴിയുമ്പോൾ ഞാനങ്ങോട്ട് എടുത്തു പോകുന്ന ഒരു പ്രകൃതമുണ്ട്.
അവരെ വേദനിപ്പിക്കണ്ടല്ലോ, വിഷമിപ്പിക്കണ്ടല്ലോ, അവരിത്രയും പേര് കഷ്ടപ്പെട്ട് വന്നതല്ലേ എന്നൊരു ചിന്തയാൽ ഒരെണ്ണമെങ്കിലും എടുത്തേക്കാം, അങ്ങനെ നമ്മൾ വീണ് പോകാറുണ്ട്. അങ്ങനെ അനേകർ വീണ് പോകാറുണ്ട്. എന്നാൽ വേറെ ചില വ്യക്തികളുണ്ട്, കാണുമ്പോൾ തന്നെ വേണ്ടെന്ന് പറയും. വേണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒഴിവാക്കുന്നതിന് മടിയില്ല. അവർ സംസാരിച്ച് തുടങ്ങുമ്പോഴേ തന്നെ അവരുടെ ആ സംസാരത്തിൽ വീണു പോകാതെ, വഴങ്ങിപ്പോകാതെ പറഞ്ഞു വിടുന്ന ഒരു പ്രകൃതമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ബൈബിൾ പറയുകയാണ്, തിന്മയ്ക്ക് എതിരെ തിന്മ ഇതുപോലെ, അഥവാ സാത്താൻ ഇതുപോലെ ആലോചനകളും ചിന്തകളും ആശയങ്ങളും പദ്ധതികളുമായി വരുമ്പോൾ നമ്മൾ അവനെ ചെറുത്ത് നിൽക്കണം. അവൻ്റെ പദ്ധതികൾ, ആലോചനകൾ നമ്മൾ സ്വീകരിക്കാനോ കേൾക്കാനോ അത് ഓർക്കാനോ അത് ശരിയാണോ ഒന്ന് പ്ലാൻ ചെയ്യാനോ നമ്മൾ നിന്ന് കൊടുക്കുവാൻ അവസരം കൊടുക്കരുത്, ഒരു ഗ്യാപ്പ് കൊടുക്കരുത്. ചെറുത്ത് നിൽപ്പ് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ തിന്മയ്ക്കെതിരെ ഒരു ചെറുത്ത് നിൽപ്പാണ്, ഡിഫെൻഡിങ് ആണ് ഇതാ നമ്മുടെ സ്ലീഹ യാക്കോബ് സ്ലീഹ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സാത്താനോട് നമുക്ക് ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒഴുക്കൻ മറ്റോ തലോടലോ ഒന്നും സാത്താനോട് പാടില്ല. നമുക്കറിയാം, അതിർത്തി പ്രദേശങ്ങൾ, നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന ബോർഡർ സ്ഥലങ്ങളിലൊക്കെയും അവിടെ ബോർഡറിൽ നമ്മുടെ പട്ടാളക്കാർ എപ്പോഴും നിലയുറപ്പിക്കുക. രാവിലെയും വൈകുന്നേരം രാത്രിയും പകലുമെല്ലാം എപ്പോഴും ഒരാൾ മാറുമ്പോൾ അടുത്തയാൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മാറുമ്പോൾ അടുത്ത ഗ്രൂപ്പ്, 24 അവേഴ്സും വ്യക്തികളും ക്യാമറകളും എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായാൽ ഒട്ടനെ തിരിച്ച് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ആ വിധത്തിൽ അതിർത്തിയിൽ നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ മണ്ണ് നമുക്ക് നിലനിർത്താൻ പറ്റൂ, ശത്രു നമ്മുടെ അകത്തേട്ട് കയറാതിരിക്കാൻ പറ്റുള്ളൂ. അവിടെ നിൽക്കുന്നവർക്ക് സ്നേഹത്തിൻ്റെ വാക്കുകൾ, അല്ലെങ്കിൽ ശത്രുവിനോട് സ്നേഹത്തിൻ്റെ വാക്കുകളൊന്നും പറയാൻ പാടില്ല. ബൈബിൾ പറയുകയാണ്, എപ്പോഴാണ് പിശാചിനെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നത്? പിശാചിനോട് പ്രാർത്ഥിക്കുന്നത് വഴിയാണോ പിശാചേ എന്നെ വിട്ടുപോകുക, പിശാചേ എന്നെ വിട്ടുപോകുക? അല്ല, അവനെ ചെറുത്ത് തന്നെ നമ്മൾ നിൽക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് പിശാചിനെ ചെറുത്ത് നിൽക്കുക? അത് പ്രിയമുള്ളവരെ, സാത്താൻ എപ്പോഴും വരുന്നത് ഒരു വ്യക്തിയുടെ രൂപത്തിലല്ല. പിശാച് ഒരു വ്യക്തിയുടെ രൂപത്തിൽ, പിശാചിന് തന്നെ ഒരു രൂപമില്ലല്ലോ. പിശാചിന് ഒരു രൂപമില്ല, ഒരു വ്യക്തിയുടെ രൂപത്തിലും പിശാച് വരാറില്ല. ഹല്ലേലൂയ. പിശാച് എപ്പോഴും ചിന്തകളാലാണ്, ആശയങ്ങളാലാണ്, പദ്ധതികളാലാണ് പിശാച് എപ്പോഴും പ്രവർത്തിക്കുക. മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുകയാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളുകളിലേക്ക്, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് തിന്മ എപ്പോഴും ആശയങ്ങൾ നൽകും. നമ്മുടെ ചിന്താമണ്ഡലമാണ് യുദ്ധക്കളം. ചിന്താമണ്ഡലമാണ് യുദ്ധക്കളം. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് അവൻ്റേതായ ആശയങ്ങൾ, സാത്താൻ്റേതായ പദ്ധതികൾ, ചിന്തകൾ എല്ലാം നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ ഇട്ടു തരുന്നു. അത് അവിടെ വളരാൻ നമ്മൾ അനുവദിക്കുകയോ അതിനെ നമ്മൾ താലോലിക്കുകയോ അതിനെ നമ്മൾ അനുസരിക്കുകയോ ചെയ്യുമ്പോൾ സാത്താൻ്റെ പദ്ധതി നമ്മളിൽ നിറവേറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തിന്മ ഒരു ചിന്ത നമുക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ, സാത്താൻ ഒരു ആശയം നമുക്ക് തരുമ്പോൾ തന്നെ, അത് നമ്മുടെ ചിന്തയായിട്ട് വരാം, ചില വ്യക്തികളിലൂടെ, നമ്മുടെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, നമ്മളുമായിട്ട് ഇടപെടുന്ന വ്യക്തികളിലൂടെ ചില ആശയങ്ങൾ സാത്താൻ നമുക്ക് തരാം. എന്തായാലും ഈ വിധത്തിലാണ് സാത്താൻ പ്രവർത്തിക്കുക. അപ്പോൾ അത് വരുമ്പോൾ തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ അതിനെ എതിർക്കുവാനും എതിർത്ത് തോൽപ്പിക്കുവാനും അതിന് എതിരേ ഉള്ള ഒരു നിലപാട് നമ്മൾ എടുക്കുന്നതിലൂടെയാണ് സാത്താനെ
ചെറുത്ത് നമ്മൾ നിൽക്കുന്നത്, അപ്പോഴാണ് അവൻ നമ്മളെ വിട്ടുപോകുന്ന അനുഭവം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഈ സാത്താനുമായി പ്രിയമുള്ളവരെ നമുക്ക് യാതൊരു കോംപ്രമൈസിങ്ങും പാടില്ല. നമ്മൾ സ്നേഹത്തോടെ തലോടേണ്ട, നമ്മുടെ കൂട്ടുകാരോട് ഇടപെടേണ്ടതുപോലെ ഇടപെടേണ്ട ഒരാളല്ല. സാത്താൻ എന്നാ വിചാരിക്കുമെന്ന് കരുതി നമ്മൾ ആ വിധത്തിലല്ല പിശാചിനോട് നമ്മൾ ഇടപെടേണ്ടത്. അവനുമായിട്ട് ഒരു കോംപ്രമൈസിങ്ങിലും നമ്മൾ പോകരുത്, ഒരു ഒത്തുതീർപ്പിനും പോകരുത്. ഒരു കച്ചവടവും ഒരു ബിസിനസ്സും സാത്താനുമായി ഉണ്ടാക്കരുത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിന്തകൾ ലോകത്തിൻ്റെ ചിന്തകളാണ്, ലോകത്തിൻ്റെ ചിന്തകളാണ്, ഭൗതിക ചിന്തകളാണ്, ജഡത്തിൻ്റെ ചിന്തകളാണ്, ജഡത്തിൻ്റെ പദ്ധതികളാണ്. അതല്ല. അപ്പോൾ ആ ആശയങ്ങളെ, ആ പദ്ധതികളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ സാത്താനെ നമ്മൾ സ്വീകരിച്ചു, അവൻ്റെ പദ്ധതികളെ സ്വീകരിച്ചു. പിന്നെ ആ വിത്ത് നമ്മുടെ ഉള്ളിൽ വളർന്ന് അവൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ തിന്മയ്ക്കെതിരെ ഒരു ചെറുത്തുനിൽപ്പാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ചെറുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ പ്രിയമുള്ളവരെ ജയം വരിക്കാൻ പറ്റുള്ളൂ. ഓടുന്നവർക്കേ ഓട്ടക്കളത്തിൽ ജയിക്കാൻ പറ്റൂ, പരീക്ഷ എഴുതുന്നവർക്കേ വിജയിക്കാൻ പറ്റൂ, ഇതുപോലെ യുദ്ധം ചെയ്യുന്നവർക്കേ ജയമുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ സാത്താനെതിരെ ഉള്ള യുദ്ധം അഥവാ ചെറുത്തുനിൽപ്പ്, ഈ ചെറുത്തുനിൽപ്പ് ചെയ്യുന്ന വ്യക്തിക്ക് വിജയം നേടാൻ പറ്റും. അതിന് വിധേയപ്പെടുന്ന വ്യക്തിക്ക് പരാജയമായിരിക്കും സംഭവിക്കുന്നത്. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് മാതൃക എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. യേശുവാണ്. ഹല്ലേലൂയ. മരുഭൂമിയിലെ പരീക്ഷ, ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 4-ാം അധ്യായം മുഴുവൻ യേശു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ട അനുഭവങ്ങളുടെ വിശുദ്ധീകരണമാണ്. ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് ഇതാ യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. 40 ദിവസം അവിടെ യേശു ഉപവാസമെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. 40 ദിനരാത്രങ്ങൾ, രാത്രിയും പകലും ഉപവസിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കഴിഞ്ഞു. അപ്പോൾ അവന് വിശന്നു. ഹല്ലേലൂയ. അപ്പോൾ അവന് വിശന്നു. അപ്പോൾ ബൈബിൾ പറയുകയാണ്, വിശന്നപ്പോൾ സാത്താൻ അവൻ്റെ അടുക്കൽ വന്നു. കണ്ട, സാത്താൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. എപ്പോഴാണ് പിശാച് യേശുവിൻ്റെ അടുക്കൽ വന്നത്? യേശുവിന് വിശന്നപ്പോൾ. വിശന്നപ്പോൾ ഒരു സാധ്യതയാണ്, ഒരു സാധ്യതയാണ് പിശാചിന് പ്രവർത്തിക്കാൻ ഒരു സാധ്യത അവിടെ തെളിഞ്ഞു വരികയാണ്. യേശുവിൻ്റെ വിശപ്പ്, യേശുവിൻ്റെ പട്ടിണി, യേശുവിൻ്റെ ദാരിദ്ര്യം, അത് പിശാചിന് പ്രവർത്തിക്കാൻ അവർ നോക്കുമ്പോൾ ഒരു സാധ്യതയാണ്. അപ്പോൾ യേശു വിശന്നു. വിശന്നപ്പോൾ സാത്താൻ വന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു വീക്ക് പോയിന്റ് സാത്താൻ അറിയാം. നമ്മുടെ ഏത് പ്രശ്നത്തിലാണോ വീണ് പോകുന്നത് അല്ലെങ്കിൽ വീണ് കിടക്കുന്നത്, സാധ്യത ഏതാണോ ആ സമയത്തായിരിക്കും സാത്താൻ നമ്മുടെ അടുത്തോട്ട് വരുന്നത്. അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. അപ്പോൾ യേശുവിന് വിശന്നപ്പോൾ സാത്താൻ അവൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് യേശുവിനോട് സാത്താൻ എന്താ പറഞ്ഞത്? പിശാച് എന്താ പറഞ്ഞത്? പിശാച് പറയുകയാണ്, ഒരു കല്ല് എടുത്ത്, വലിയൊരു കല്ലെടുത്ത് യേശുവിന് കൊടുത്തിട്ട് പറയുകയാണ്, തേ ഈ കല്ല് നീ അപ്പമാക്കി കഴിക്കുക. നീ അപ്പമാക്കി കഴിക്കുക. നീ എന്തിനാ ഇങ്ങനെ വിശന്നിരിക്കുന്നേ? നീ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, നീ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, ഈ കല്ല് അപ്പമാകിയേലേ, അപ്പം എടുത്ത് നീ കഴിക്കരുതോ? നീ പട്ടിണി കിടക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നല്ല ഉപദേശം സാത്താൻ യേശുവിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ യേശു അങ്ങനെ മരുഭൂമിയിൽ ഇരുന്ന് 40 ദിവസം കഴിഞ്ഞപ്പോൾ സാത്താൻ ഒരു കറുത്ത രൂപമൊക്കെ ധരിച്ച് സാത്താൻ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന് ഒരു കല്ലെടുത്ത് യേശുവിൻ്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് നിങ്ങൾ ധരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയല്ല അത്. യേശുവിൻ്റെ ഉള്ളിൽ യേശു വിശന്ന് കഴിഞ്ഞപ്പോൾ
യേശുവിൻ്റെ ഉള്ളിൽ വരുന്ന ചിന്തകളായത്. യേശുവിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്തകളെയാണ് സാത്താൻ്റെ പ്രലോഭനമായിട്ട് ഇവിടെ സുവിശേഷകൻ സൂചിപ്പിക്കുന്നത്. സാത്താൻ ഒരു ചിന്തയാണ് ഈ യേശുവിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തത്. ചിന്ത, ഒരാശയം ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഏത് പ്രശ്നങ്ങളിലും, ഏത് സാഹചര്യങ്ങളിലും, ഏത് പ്രതികൂലങ്ങളിലും പ്രിയമുള്ളവരെ, ചിന്തയിലൂടെയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അരൂപി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു എന്താ മറുപടി പറഞ്ഞത്? യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ ജീവിക്കുന്നത് അല്ലേ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ടും കൂടിയാണല്ലോ. മനുഷ്യപുത്രൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല. എന്താ പറഞ്ഞാൽ തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ഇവ കൊണ്ട് മാത്രമല്ല മനുഷ്യപുത്രൻ ജീവിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നീ പട്ടിണി കിടക്കാതെ നീ ഇത് കഴിച്ച് നിന്റെ വയറ് നിറയ്ക്ക്, നിന്റെ വിശപ്പ് മാറട്ടെ എന്ന് സാത്താൻ പറഞ്ഞപ്പോൾ ആ ചിന്തയെ, ആ ആശയത്തെ ദൈവവചനം കൊണ്ടാണ് യേശു അവിടെ നേരിട്ടത്. ഹല്ലേലൂയ. യേശു ഇവിടെ പറഞ്ഞ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ടുമാണ് മനുഷ്യപുത്രൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ യേശു പറഞ്ഞ ആ വചനം, ആ സമയത്ത് യേശുവിൻ്റെ വായിലോട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന യേശുവിൻ്റെതായ ഒരു വചനമല്ല അത്. പഴയ നിയമത്തിൽ, നിയമാവർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ട ഒരു വചനമാണ്. ഈ വചനം അവിടെ എഴുതിയിട്ടുണ്ട്. ആ വചനമാണ് യേശു ഇവിടെ ഉദ്ധരിച്ചത്. അവിടെ എഴുതപ്പെട്ട പഴയ നിയമത്തിൽ പറഞ്ഞ ആ വചനത്തെ ഇവിടെ സാത്താൻ്റെ മേൽ ജയം നേടാൻ അവനെതിരെ ഇവിടെ യേശു ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ദൈവവചനം, എഴുതപ്പെട്ട ദൈവവചനം സാത്താനെതിരെ യേശു ഇവിടെ ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലേക്ക് തിന്മ ആശയങ്ങൾ കടത്തിവിടും, അഭിപ്രായങ്ങൾ കടത്തിവിടും, ഇഷ്ടങ്ങൾ കടത്തിവിടും, ലോകത്തിൻ്റെ ആലോചനകളെ കടത്തിവിടും. ഈ ആലോചനകളെ, പദ്ധതികളെ, പ്ലാനുകളെ നമ്മൾ തലോടാനോ ഉമ്മവയ്ക്കാനോ സ്നേഹിക്കാനോ പോകരുത്. മാത്രമല്ല ഇവയെ ഡിഫൻഡ് ചെയ്യണം, ചെറുത്ത് നിൽക്കണം. എങ്ങനെയാണ് ചെറുത്ത് നിൽക്കാൻ പറ്റുന്നത്? ദൈവവചനം കൊണ്ട് മാത്രമാണ്. ദൈവവചനം എന്നുള്ള ആയുധം, വെപ്പൻസ്, വാള്. ബൈബിളിൽ വചനത്തിന് പറയുന്ന ഒരു പേരാണ് വാള്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ആയുധം. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ആയുധമാണ് ദൈവവചനം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എഫേസോസ് 6-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. എഫേസോസ് 6:17. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുക. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കണം നമ്മൾ. 6-ാം അധ്യായത്തിൽ തിന്മയ്ക്കെതിരെ ചെറുത്ത് നിൽക്കുവാൻ സർവ്വ ആയുധങ്ങളും നിങ്ങൾ ധരിക്കണം എന്ന് പറഞ്ഞിട്ട് പടത്തൊപ്പിയുടെ കാര്യം പറയുന്നുണ്ട്, ശരീരത്ത് ധരിക്കുന്ന ചട്ടയുടെ കാര്യം പറയുന്നുണ്ട്, കാലയിടേണ്ട ചെരുപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്, തൊപ്പിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ശരീരം മുഴുവൻ അണിയേണ്ട സംരക്ഷണ കവചത്തെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അവസാനം പറയുകയാണ്, ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന ക്രൂരമ്പകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന ആത്മാവിൻ്റെ വാള് എടുക്കുക. മറ്റ് എല്ലാ ആയുധങ്ങളും പ്രിയമുള്ളവരെ, നമ്മൾ ധരിക്കുന്ന മറ്റ് എല്ലാ ആയുധങ്ങളും നമുക്ക് സംരക്ഷണം നൽകുന്നതാണ്. അവൻ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്താൽ, സാത്താൻ ഇങ്ങോട്ട് എന്തെങ്കിലും അറ്റാക്ക് ചെയ്താൽ നമ്മുടെ ശരീരത്തെ ബാധിക്കാതെ ശരീരത്തെ സംരക്ഷിക്കുന്നതാണ് മറ്റെല്ലാ കവചങ്ങളും.
പക്ഷെ അപ്പോഴും ശത്രു അവിടെ നിൽക്കും, ശത്രു ഓടിപ്പോകാൻ നിൽക്കും. എന്നാൽ വാള് എന്ന് പറയുന്ന ആയുധം നമ്മൾ എടുത്താൽ മാത്രമേ ശത്രുവിന് മുറിവുണ്ടാകുള്ളൂ. ശത്രു ഏക്കണമെങ്കിൽ, പിശാചിന് മുറിവുണ്ടാകണമെങ്കിൽ, അവനെ മുറിവേൽപ്പിക്കാൻ പറ്റുന്ന, അവനെ ഓടിക്കാൻ പറ്റുന്ന ഒറ്റ ആയുധമേ ഉള്ളൂ, അത് വാള, ആത്മാവിൻ്റെ വാള്. സാത്താൻ്റെ ക്രൂരമ്പുകളെ കെടുത്തുന്ന, അവനെ മുറിവേൽപ്പിക്കുന്ന ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുക. വാളെടുത്താൽ പിശാച് വിട്ടുപോകും. അപ്പം നമ്മുടെ കയ്യിൽ വാളില്ലെന്ന് വിചാരിക്കുക. വാളില്ലെങ്കിൽ പിശാച് തൊട്ടടുത്ത് വരും. എന്നാ വേണേലും നമുക്ക് ചെയ്യാം. സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആയുധം ഉണ്ടെങ്കിലോ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പട്ടി ഇട്ട് ഓടിക്കുക, പട്ടി നമ്മളെ ഇട്ട് ഓടിക്കുക, നമ്മൾ ഓടുകയാണെങ്കിൽ ഓടി നമ്മുടെ പുറകെ ഓടി വരും. പട്ടി നമ്മളെ കുരച്ചുകൊണ്ട് ഓടുമ്പോൾ നമ്മൾ ഓടിയാൽ നമ്മുടെ പുറകെ ഓടി വരും പട്ടി. നമ്മൾ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ പെട്ടെന്ന് നിന്നേ, കയ്യിലൊരു കല്ലെടുത്ത്, അവിടെ കണ്ട ഒരു വടിയെടുത്ത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പട്ടി അവിടെ നിൽക്കും. നമ്മൾ തിരിഞ്ഞൊന്നും ഇങ്ങനെ ഒന്ന് ഒച്ച വെച്ച് ആ പട്ടി വിട്ടുപോകുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സാത്താനെ ചേർത്ത് നിൽക്കാനും അവനെ മുറിപ്പെടുത്താനും അവനെ നമ്മളിൽ നിന്ന് ഓടിച്ചു കളയാനും ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുന്ന, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ആയുധമാണ് ദൈവവചനമാകുന്ന വാള്. ഈ വാള് നമ്മൾ ഉപയോഗിച്ചാൽ, ഓരോ വിശ്വാസിയും ഇത് ഉപയോഗിക്കുമ്പോൾ സാത്താൻ മുറിവേക്കും, അവനെ മുറിപ്പെടുത്തുന്ന ഇത്. അവന് നമ്മുടെ അടുക്കൽ നിൽക്കാൻ പറ്റിയല്ല. നമ്മുടെ കയ്യിൽ വാളുള്ളിടത്തോളം കാലം, ആ വാള് നമ്മൾ വീശുന്നിടത്തോളം കാലം, മനസ്സിലായോ, പിശാച് നമ്മുടെ അടുത്ത് നിൽക്കാൻ പറ്റിയല്ല. അവൻ മാറിയിരിക്കുള്ളൂ, അവൻ വിട്ടുപോയിരിക്കും. യേശു എന്ത് ചെയ്തു? യേശുവിൻ്റെ അടുക്കൽ ഈ ചിന്ത, ഈ ആശയവുമായിട്ട് സാത്താൻ വന്നപ്പോൾ ദൈവവചനമാകുന്ന വാള് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഉണ്ടാകുന്ന, സാത്താൻ കൊണ്ടിരുന്ന ആശയത്തിന് നേരെ എതിരായ വചനം. നിന്റെ അസുഖം മാറിയല്ല എന്ന് സാത്താൻ പറയുക, ഒട്ടനെ ഞാൻ പറയണം മാറും. പൈസലോ, നീ ഇത് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. അപ്പോൾ നമ്മൾ പറയണം, അല്ല, എന്നെക്കുറിച്ച് വലിയൊരു പദ്ധതി ദൈവത്തിനുണ്ട്, നിന്റെ ഗതി മോശമാണ്, നിനക്കൊരു ഭാവി ഇല്ല എന്ന് സാത്താൻ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ അകത്ത് പറയുമ്പോൾ പറയണം, അല്ല, എന്നെക്കുറിച്ച് ശുഭമായൊരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്, എനിക്കിത് അസാധ്യമാണ്, നിനക്കിത് അസാധ്യമാണ് എന്ന് സാത്താൻ പറയുമ്പോൾ നമ്മൾ പറയണം, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കിതെല്ലാം ചെയ്യാൻ സാധിക്കും. ഈ അസുഖത്തിൽ നീ മരിച്ചു പോകും, നീ സൗഖ്യപ്പെടുകയില്ല എന്ന് സാത്താൻ പറയുമ്പോൾ, തിന്മ പറയുമ്പോൾ നമ്മൾ പറയണം, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, എനിക്ക് അസമാധാനമാണ്, എനിക്ക് സമാധാനമില്ല, ഇത് ഞാൻ അനുഭവിക്കാനാന്ന് പറയുമ്പോൾ, അല്ല, കർത്താവിൻ്റെ സമാധാനം എൻ്റെ മേലുണ്ട്, കർത്താവ് എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് പറയണം. അപ്പോൾ തിന്മ കൊണ്ടുവരുന്ന ഏത് ആശയോ ചിന്തയോ ആയിക്കോട്ടെ, അതിന് നേരെ ഓപ്പോസിറ്റായ ആശയം കൊണ്ട്, വചനം കൊണ്ട്, വാഗ്ദാനം കൊണ്ട് നമ്മൾ വെട്ടണം. നമ്മൾ സാത്താൻ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ കൊണ്ടുവരുന്ന ആശയങ്ങൾക്ക്, ചിന്തകൾക്ക്, പദ്ധതിക്ക് നേരെ ഓപ്പോസിറ്റായ വാക്കുകൾ നമ്മൾ പറയുന്നതിനെയാണ് വചനം കൊണ്ട് വെട്ടുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു എന്ത് ചെയ്തു? അപ്പം കൊണ്ട് മാത്രമല്ല, അപ്പമൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം കഴിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. മനുഷ്യപുത്രൻ ജീവിക്കുന്ന അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവവചനം കൊണ്ടുമാണ്. അപ്പോൾ ദൈവവചനം കൊണ്ടും ജീവിക്കാൻ പറ്റുമെന്ന് ഉള്ള വചനം പറഞ്ഞപ്പോൾ സാത്താന് പിന്നെ മറുപടി ഇല്ലാതായി. സാത്താൻ ഉത്തരമുട്ടിപ്പോയി. അവൻ ആ ചോദ്യത്തിൽ അവൻ പരാജയപ്പെട്ടു. ആ ചോദ്യം അവിടെ ഏറ്റില്ല. ആ പരീക്ഷയിൽ യേശു ജയിച്ചു. വീണ്ടും അടുത്ത ചോദ്യം. ലോകത്തിലെ സകല പ്രതാപങ്ങളും ആഡംബരങ്ങളും യേശുവിനെ കാണിച്ചിട്ട് സാത്താൻ പറയുക, ഇതെല്ലാം നിനക്ക് ഞാൻ നൽകാം, എന്നെ ഒന്ന് താണു വണങ്ങി ആരാധിച്ചാൽ നിനക്ക് തരാം. ഉടനെ തന്നെ
അതിന് നേരെ ഓപ്പോസിറ്റായ വചനം, അല്ലെങ്കിൽ അതിന് പറ്റിയ വചനം പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എഴുതപ്പെട്ട വചനം. യേശു പറഞ്ഞു, എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നിന്നെ എനിക്ക് ആരാധിക്കാവോ? ഇല്ല, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ആ വചനം അങ്ങോട്ട് പറയുന്നതിനെയാണ് വാളെടുത്ത് വെട്ടുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആ ചോദ്യത്തിലും സാത്താൻ പരാജയപ്പെട്ടു. മൂന്നാമത് എന്താണ്? വലിയ ദേവാലയത്തിന് മുകളിൽ കൊണ്ടുപോയിട്ട് താഴേക്ക് ചാടുക, ദൂതന്മാർ നിന്നെ കാത്തോളും എന്ന് പറഞ്ഞു. ഇതാ യേശു സാത്താനോട് പറയുകയാണ്, ഇതാ ദൈവത്തെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ സാത്താൻ കൊണ്ടുവന്ന ഓരോ ആശയത്തിനും എതിരായ ആശയങ്ങളെ കൊടുത്തുകൊണ്ട്, വചനങ്ങളെ കൊടുത്തുകൊണ്ട് ദൈവവചനമാകുന്ന വാൾ ഉപയോഗിച്ച് സാത്താനെതിരെ വിജയം നേടി യേശു. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ചെറുത്ത് നിൽക്കുക എന്ന് പറയുന്നത്. സാത്താനെതിരെ ചെറുത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അവൻ്റെ ആശയത്തിനെതിരെ, അവൻ്റെ പദ്ധതിക്കെതിരെ ദൈവവചനം ഉപയോഗിക്കുന്നതിലൂടെ ആണ് നമുക്ക് ചേർത്ത് നിൽക്കാൻ പറ്റുന്നത്. ഈ കൃപ നമ്മുടെ മേലുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാന്യവാന് സ്നേഹിതയുമായി നല്ല ദൈവമേ കർത്താവേ, ഇപ്പോൾ തന്നെ ഈ മക്കളുടെ മേൽ ഒരു പുതിയ അഭിഷേകം വ്യാപരിക്കട്ടെ, ഒരു ശക്തി വ്യാപരിക്കട്ടെ. സാത്താനെ ചേർത്ത് നിൽക്കാനുള്ള ഒരു പുതിയ അഭിഷേകം, ഒരു കാഴ്ചപ്പാട് ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവവചനമാകുന്ന ആ ആത്മാവിൻ്റെ വാള് എടുക്കുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ഇവരെ നീ പഠിപ്പിക്കണമേ. ആ വചനത്തിൻ്റെ അഭിഷേകം ഓരോ മക്കളുടെ മേലും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഏത് പ്രലോഭനങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ കടന്നു വരുമ്പോഴും അതിനെതിരെ ദൈവവചനം ഉപയോഗിച്ചുകൊണ്ട്, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുത്ത് സാത്താനെതിരെ ഉപയോഗിക്കുവാനിട്ട്, അങ്ങനെ ചേർത്ത് നിൽക്കുവാൻ, സാത്താനെ ഓടിക്കാനുള്ള കൃപ ഈ മക്കളുടെ മേൽ ഒഴുകട്ടെ. ഹല്ലേലൂയ. വചനത്തിൻ്റെ അഭിഷേകം, വചനത്തിൻ്റെ അഭിഷേകം, പുതു അഭിഷേകം, വചനത്തിൻ്റെ അഗ്നി അഭിഷേകം ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സാത്താനെ യേശു ചേർത്ത് നിന്നതുപോലെ, സാത്താൻ്റെ മേൽ യേശു ജയം നേടിയതുപോലെ ഓരോ വിശ്വാസികളും ദൈവ പൈതലും ജയം നേടുവാൻ, ചേർത്ത് നിൽക്കുവാൻ, സാത്താനെ ഓടിക്കുവാൻ കൃപ ഇവിടെ മേൽ ഇപ്പോൾ തന്നെ ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥന ഘടനായി സ്തോത്രം കർത്താവേ, യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ